മാറ്റുവാണെങ്കിൽ ഇപ്പോ പലതരം റോളുകൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വില്ലൻ റോളുകളിലും ഒന്നും അധികം ചെയ്തിട്ടില്ല അല്ലെ? ഇപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസിലേക്ക് ഇനി പോകാനുള്ള ഒരു ശ്രമം മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മരുന്നിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഉടുമ്പൻചോല വിഷനിൽ ഇറങ്ങാനുള്ള ഒരു സിനിമയാണ് സലാം ബുക്കാരിയാണ് ഡയറക്ടർ. അതിൽ കുറച്ചും കൂടി എന്താ പറയുക, ഒരു കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വില്ലൻ എന്നല്ല, പക്ഷെ എന്താ പറയുക, ഭയങ്കര കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പല നടന്മാരെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ വന്നവരുടെ ഒരു അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് ഇവരെന്നും ചെറുപ്പക്കാരായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇവര് പിന്നീട് ഒരു ഏജുള്ള റോളുകളിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ, പക്ഷെ കുറെ പേരൊക്കെ മാറിയിട്ട് എനിക്ക് സുധീഷ് ചേട്ടനൊക്കെ എത്രയോ നാളുകൾ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ മറ്റേ ഞാൻ അങ്ങനെ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു കാലഘട്ടം മാറി വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇനി അത് ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഏജിൽ നിന്ന് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യുക കറക്റ്റായിട്ടെന്നുള്ളതാണ്. അതിനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഒരു കോൺസ്റ്റബിൾ ഡ്രൈവറായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രകാശൻ ബർക്കയുടെ ഡയറക്ടർ ഷഹദാണ്. ഷഹദിൻ്റെ 3ാം സിനിമ. അപ്പോൾ ഷഹദിനെ എനിക്കറിയാം, ഷഹദിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുമാണ്. ഷഹദ് അന്ന് കഥ പറഞ്ഞ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പോലീസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മടിച്ചു. പക്ഷെ അപ്പം എന്നെ കാണിച്ചു ഇങ്ങനെ CPO നമ്മൾ ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് എഴുതിയെടുക്കാൻ ട്രെയിനിങ് കഴിഞ്ഞ് കയറുന്ന കുറേ കോൺസ്റ്റബിൾ ഡ്രൈവേഴ്സും അല്ലെങ്കിൽ CPOമാരുണ്ട് ഈ പ്രായത്തിലുള്ള. അപ്പം ഞാൻ അത് നോക്കുകയും 2-3 പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അത് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഓക്കെ അപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഒരു രീതിയിട്ട് എത്തിക്കാം. അപ്പം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് പാർവതി തിരുവോത്താണ് ലീഡ് ചെയ്യുന്നത്. വിജയരാമൻ സാറുണ്ട്, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പ്രകാശൻ ബർക്കട്ടയും ഒരു നല്ലൊരു സിനിമയായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ശരിക്കും +2 പയ്യനായിട്ട് അതിലും അഭിനയിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിക്കും, പക്ഷെ അത് വിചാരിച്ച പോലെ അത്ര ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടോ? അതല്ല, തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയൊരു സിനിമയാണ്. പറയുന്ന സിനിമകളിൽ വെച്ചിട്ട് അധികം ആളുകൾ ചർച്ച ചെയ്യാത്ത സിനിമയാണ്, പക്ഷെ വളരെ നല്ലൊരു സിനിമയായിരുന്നു. നല്ല പെർഫോമൻസ് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് അതിലെ അനിയനായിട്ട് ഉള്ള സീനുകളായാലും അല്ലെങ്കിൽ ദിലീഷേട്ടനായിട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര മീനിങ്ഫുൾ ആയിട്ടുള്ള സീനുകളാണ്. നല്ലൊരു സിനിമയാണ്. എനിക്ക് എപ്പോഴും ക്ലോസ് ടു ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിനോട് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ്. ഇത്രയും സിനിമകൾ ചെയ്തതിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ലിയോ തന്നെ. ഇപ്പോഴും കുംബ്ലങ്ങി ഉണ്ട്, പിന്നെ ലിയോ ആണ്. ഈ പറഞ്ഞ പോലെ അതൊരു വേറൊരു വേൾഡിലോട്ട് പോയത് തന്നെയാണ്. ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയത്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ധനു സാറിന്റെ കൂടെ അഭിനയിച്ചു. 2 വലിയ സിനിമകളാണ് തമിഴിൽ ചെയ്തത്. അപ്പൊ തമിഴിൽ പോയപ്പോ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഒന്ന് റെസ്പെക്ട് കൂടും, നമ്മൾ മലയാളത്തിൽ നിന്ന് പോകുന്നതിന് റെസ്പെക്ട് കൂടും. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയതായിട്ട് അവിടുന്ന് പഠിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവര് കുറച്ചും കൂടെ സമയം എടുത്താണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ. അവരുടെ ഓഡിയൻസ് കൂടുതലാണ്, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുതൽ. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ചും കൂടെ ഒരു ടൈം എന്നുള്ളൊരു ലക്ഷറി ഉണ്ട് അവിടെ. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇത്ര ദിവസം കൊണ്ട് തീർക്കണമായിരിക്കാം. അപ്പൊ അവിടെ അത് കുഴപ്പമില്ലായിരിക്കാം. നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് കൂടുതൽ എടുത്താൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാം. അപ്പൊ ആ ഒരു എന്താ പറയാ, കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെന്താ പറയാ, പിന്നെ ജനറലി എനിക്ക് തോന്നുന്നത് തമിഴ് ആൾക്കാർക്ക് സിനിമ ഭയങ്കര എന്താ പറയാ, ഒരു എന്റർടൈൻമെന്റിന് ഉപരി ഭയങ്കര വാല്യൂ ഉണ്ട് അവർക്ക്. അവരുടെ കൾച്ചറലി ഭയങ്കര ഇൻവോൾവ് ആണ്. സിനിമയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവരതിന് കാണുന്നതും ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഒരു വേറെ രീതിയിലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ചെയ്യുമ്പോ ഈ രണ്ടും കൂടി ഇപ്പൊ എന്തായാലും ഓഫേഴ്സ് മലയാളത്തിൽ നിന്നും വരുന്ന പോലെ തന്നെ തമിഴിൽ നിന്നും വരുന്നുണ്ടാവും അല്ലേ? ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്? സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. അപ്പൊ അത് തന്നെയാണ് ഉറപ്പായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പോയി ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വേറെ സിനിമകൾ ഇനിയിപ്പോ ചെയ്യുന്നുണ്ടോ? ഇനി കത്തനാര് വരാനുണ്ട്, പിന്നെ ഒറ്റക്കൊമ്പൻ ചെയ്യുന്നുണ്ട്. കത്തനാർ ആക്ച്വലി വെയിറ്റിംഗിലാണ്. ഞാൻ ആ ഗ്ലിംസ് കണ്ടപ്പോൾ മുതൽ ഞാൻ കാണണമെന്ന് അത്ര ആഗ്രഹിച്ചൊരു പടമാണ്. അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതിപ്പം പോസ്റ്റ് ഹെവി ആയതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത്, വരാൻ വേണ്ടിയിട്ടുള്ള ഡിലേ. അപ്പം അതെ ഇനി സിനിമകൾ ചെയ്യാൻ തന്നെയാണ്. ഇപ്പം
ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ ജീവിതത്തിൽ അഭിനയിക്കാൻ. അപ്പോൾ അതിനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്നും മാത്രമാണ് ആഗ്രഹവും, ചെയ്യണം എന്ന് മാത്രമാണ് പ്രാർത്ഥനയും. ഇപ്പം ഞാൻ കോളേജ് ഇപ്പോൾ കഴിയും, ആക്ച്വലി മാസ്റ്റേഴ്സ് കഴിയാറായി. ഇനി എന്തായാലും പഠിക്കാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് എന്തായാലും കുറേ പടങ്ങളൊക്കെ, നല്ല പടങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടി. മാത്യു സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ വന്നു. അപ്പൊ ശരിക്ക് ആ ഒരു ലൈഫ് ഞാൻ പറഞ്ഞ അത് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോഴും എനിക്ക് സ്കൂളിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. ഐ മീൻ സിനിമയിൽ കുറേ അധികം ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ച കുറച്ചൊരു 6-7 പേരുണ്ട്. അപ്പോൾ അവരായിട്ടാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റന്റ്ലി ഇപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഫീൽ ഇല്ല. അപ്പോൾ ഭയങ്കര അവർ ഇപ്പോഴും ഭയങ്കര പാർട്ട് ഓഫ് ദ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ്ങിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല.